ഏടിയാപ്പാ ഉള്ള കിണറിന് പറയുന്ന പേരാണ് ഇവിടെ കരണ്ട്. കണ്ണൂർ കളക്ടറേറ്റ് മൈതാനം എപ്പോഴും കാഴ്ചകളാൽ സമ്പന്നമാണ്. അതുപോലെ തന്നെയാണ് കേരളവും, പ്രത്യേകിച്ച് കണ്ണൂരും ഭാഷാ പ്രയോഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. അത്തരത്തിൽ ഭാഷയിലെ വ്യത്യസ്തത തേടിയുള്ളൊരു യാത്രയാണ് ഇന്നത്തേത്. ഒരുമിച്ച് തന്നെ കാഴ്ചയുടെ വിശേഷങ്ങളുമുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. രമ്യ മോള് പേരെന്താ? ഞങ്ങൾ ഏച്ചിരുന്നു. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? മരച്ചിനി, മരച്ചിനി, കിഴങ്ങ്, കൊള്ളിക്കിഴങ്ങ്, മരക്കിഴങ്ങ്, കപ്പ. നമ്മളവിടെ കപ്പ എന്ന് പറയും. പൂള 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 എന്നൊക്കെ മറ്റുള്ളവർ പറയുന്ന കേൾക്കാറുണ്ട്. പക്ഷെ നമ്മൾ കപ്പ തന്നെ പറയാം. കപ്പ നാടൻ ഭാഷയിൽ ഉപയോഗിക്കാം. പൂള മരച്ചിനി പറയും. കിഴങ്ങ് അല്ലെ കപ്പ. കപ്പ കിഴങ്ങ് എന്ന് പറയും. പൂള എന്ന് പറയും. പൂള കിഴങ്ങ്. മരച്ചിനിക്ക് കിഴങ്ങ് എന്ന് പറയാം. മരച്ചിനിക്ക് നമ്മളിവിടെ കപ്പ എന്ന് പറയും. കപ്പ എന്ന് പറയും. കൊള്ളിക്കിഴങ്ങ് എന്ന് പറയും. മരച്ചിനി എന്ന് പറയും. അങ്ങോട്ടെല്ലാം മരച്ചിനി. കപ്പ, കൊള്ളിക്കിഴങ്ങ്, കിഴങ്ങ്, കിഴങ്ങ് എന്ന് പറയും. കപ്പ എന്ന് പറയും. നമ്മൾ കൊള്ളിക്കിഴങ്ങ് എന്ന് പറയും. കപ്പ എന്ന് പറയും. പപ്പായക്കോ? പപ്പായ തന്നെയാണ് പറയും. പപ്പായ നമ്മളവിടെ കർമൂസ് എന്ന് പറയും. ഓമക്ക, കൊല്ലം കോട്ടയം സൈഡിലൊക്കെ ഓമക്ക പറയും. ഓമക്കാന്ന് പറയാം. കർമൂസ്. പിന്നെ പപ്പക്കായി, കപ്പളങ്ങ. അത് ഓമയ്ക്ക എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. ഓമയ്ക്ക. ഇവിടെ കപ്പളങ്ങ എന്നാണ് പറയുന്നത്. ഇവിടെ കർമൂസ് എന്ന് പറയും. പിന്നെ പപ്പായ പപ്പായ എന്നും പറയാറുണ്ട്. കറൂത്ത. പപ്പായ, കർമൂസൊക്കെ പറയും. നമ്മുടെ നാട് കപ്പക്കായി എന്ന് പറയാം. പപ്പായ, പപ്പായ, കർമൂസ്, പപ്പായ. പപ്പായ ഒരു നാടൻ ഭാഷ കപ്പക്ക എന്ന് പറയുന്നുണ്ട്. കർമൂസ് എന്ന് പറയും. കപ്പക്ക എന്ന് പറയും. അങ്ങനെ പലതും പറയും. കപ്പക്ക, പപ്പായ. കർമൂസ്, പപ്പായ, കപ്പക്ക, കപ്പളങ്ങ, പപ്പായ, പപ്പായ. ഇതിനെന്താ പറയുന്നത്? ചൂല്. ചൂല് മാച്ചി പറയും നമ്മളങ്ങോട്ട്. തമിഴിൽ അതിനെ വിളക്കന്മാരെന്ന് പറയും. എന്താണ് വിളക്കന്മാർ? മാച്ചിനി. മാച്ചിലല്ലേ? ചൂലെന്നാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്, പറയുന്നത്. ചൂല്. മാച്ചില്. മാച്ചില്. ഇവിടെ മാച്ചിൽ, അവിടെ ചൂല്. നമ്മൾ നാടൻ ഭാഷയിൽ മാച്ചി എന്ന് പറയുന്നത്. നമ്മളല്ലേ ഇവിടെ മാച്ചി. മാച്ചി മാച്ചി എന്ന് പറയും ചില സ്ഥലത്ത്. മാച്ചി, ചൂല്, മാച്ചിൽ. ചൂല് മാച്ചി. ഗൃഹപ്രവേശനം തന്നെ കയറി താമസം എന്ന് പറയാറുണ്ട്. കുടികൂടല്. പരേക്കൂടല്. നമ്മളിപ്പോ ചില വീടുകൾ പോയി വീട്ടിൽ കൂടിയൽ എന്ന് പറയും. കുടികൂടല്, കുടിയല്, പാലുകാച്ചല്. മുഖം. മുഖത്തിന് മൊത്തി, മോന്താന്നൊക്കെ പറയും. നാടൻ ഭാഷയിൽ മോന്ത എന്ന് പറയും. ഓന്റെ മോന്ത ശരിയില്ല അങ്ങനെ. മുഖം. പിന്നെ പറയാം വീട്, മുഖം, അങ്ങനെ പറയും. കുട്ടിക്ക് എന്താ പറയാ? കുട്ടി, കുഞ്ഞ്, കുഞ്ഞിന്നും പറയും. കുഞ്ഞി വേറൊന്നും പറയല്ലേ. അതെല്ലാം അറിയണമെങ്കിൽ ഉമ്മ വരണം. കുട്ടി തന്നെ. ഇവിടെ പിള്ളേർ എന്ന് പറയാ. പിള്ളേർ ആ ഒരു ടൈപ്പ് സംസാരം. കുട്ടികൾക്ക് കുട്ടികൾ, മക്കള്, കുഞ്ഞി വാവ, കുഞ്ഞി. അതാണ് കൂടുതലായിട്ട് കുഞ്ഞി തന്നെ ഉപയോഗിക്കല്. നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ചേലുണ്ട്, വൃത്തിയുണ്ട്, നല്ല വൃത്തിയുണ്ട്. നല്ല ചൊങ്കുണ്ട് പോലെ അങ്ങനെയൊക്കെ പറയും.